ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഇക്കൊല്ലത്തെ ആദ്യത്തെ ഏറ്റവും പ്രിയപ്പെട്ട ഫേവറേറ്റ് ആയിട്ട് കാത്തിരിക്കുന്ന സിനിമയായിട്ടുള്ള എബ്രഹാം ഓസ്ലർ എന്ന് പറയുന്ന ആ ഒരു സിനിമയുടെ ട്രെയിലർ ഇപ്പോൾ റിലീസ് ചെയ്തിട്ടുണ്ട്. ഒന്നും പറയണ്ട, മിഥുൻ മാനുവലാണ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. സോ എത്തരത്തിലുള്ള പൊളിയായിരിക്കും മൂപ്പര് പൊളിക്കുക എന്നുള്ളത് തമ്പുരാന് മാത്രമേ അറിയുള്ളൂ. അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ഗസ്റ്റ് റോൾ ഏതാണ്ട് ഒരു 99.99% കൺഫേം ചെയ്തിട്ടുണ്ട്. സോ അതിന്റെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ എന്നുള്ളതൊക്കെ നോക്കാം. ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ട്രെയിലർ ഗംഭീരമായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഒരു മിഥുൻ മാനുവലിന്റെ പടമാകുമ്പോൾ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ത്രില്ലർ സംഭവങ്ങളൊക്കെ തന്നെ ആയിരിക്കണമല്ലോ. സോ അത് ഈ ഒരു ട്രെയിലറിനകത്ത് എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. സോ ട്രെയിലർ കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. നേരം പോക്ക് ജയറാം ജയിലില് ഫുഡ് മേടിച്ചു കൊടുക്കാൻ പോവുക. ജയിലാണ് കാണിച്ചത്. അർജുൻ അശോകൻ ട്രിപ്പിൾ ടു ഫ്രം ദ ഡയറക്ടർ ഓഫ് അഞ്ചാം പാതിര. സിദ്ദിഖിന്റെ സൗണ്ട്. ഇമോഷണൽ ക്രൈം ഡ്രാമ. എന്തോ പറ്റിയിട്ടുണ്ട്. സായികുമാർ കുറെ കാലത്തിന് ശേഷം ഇല്ലാത്ത കാര്യങ്ങൾ വിചാരിക്കുക. ഹലൂസിനേഷൻ. അനശ്വര. ഇമോഷൻ. ആ പയ്യൻ സംതിങ് റോങ്. ഫ്ലാഷ് ബാക്ക് സീൻസ്. ഇതൊക്കെ ഫ്ലാഷ് ബാക്ക് സീൻസ് ആണ്. അത് സിദ്ദിഖിന്റെ അല്ലല്ലോ. ജനുവരി 11 റിലീസ് എത്തുന്നത്. സോ ഇതില് സിദ്ദിഖിന്റെ വോയിസ് ഓവറിലാണ് ഈ ഒരു ട്രെയിലർ മൊത്തം നീങ്ങുന്നത്. സിദ്ദിഖ് ഇങ്ങനെ വിവരിക്കുകയാണ് ഒരുപാട് കാര്യങ്ങൾ. ജയറാമിന്റെ അടുത്ത് സംസാരിക്കുന്നതായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ സിദ്ദിഖിന്റെ വോയിസ് ഓവറിന്റെ ലാസ്റ്റ് ഡബിൾസ് ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്ന ഒരു സൗണ്ട് മമ്മൂക്കയുടെ സൗണ്ട് പോലെ എനിക്ക് തോന്നി. അതും തോന്നിയ ആ ഒരു വോയിസ് മോഡുലേഷൻ എന്ന് പറയുന്നത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള മമ്മൂട്ടിയുടെ ക്യാരക്ടർ പറയുന്ന ഒരു സംഭവം ആയിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അത് എനിക്ക് തോന്നുന്നു ഇതിൽ ജയറാമിന്റെ ഒരുപാട് പാസ്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. പാസ്റ്റിൽ എന്തൊക്കെയോ ഒരുപാട് കണഗുണ വർത്താനങ്ങൾ, കണഗുണ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. അതിൽ പെട്ട് പോയിരിക്കുകയാണ്. പാസ്റ്റിലത്തെ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ ഒരുപാട് കാര്യങ്ങൾ ഹാലൂസിനേറ്റ് ചെയ്ത് നടക്കുന്ന ഒരു ക്യാരക്ടറായിട്ടാണ് ജയറാമിന് ഇതിൽ വിവരിക്കുന്നത്. ആ ഒരു പാസ്റ്റിൽ നടക്കുന്ന എന്തോ ഒരു കാര്യത്തിൽ എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയുടെ ഗസ്റ്റ് റോളാണെന്ന് പറയുന്നു. എന്തെങ്കിലും അറിയില്ല എങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇതിൽ ഈ ഒരു ഡബിൾസ് ആൾട്ടർനേറ്റീവ് എന്ന് പറയുന്നത് തന്നെ ഒരു ഏജ്ഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ജയറാമിന്റെ പ്രസന്റ് ക്യാരക്ടർ ഒരു ഏജ്ഡ് ആയിട്ടുള്ള മനുഷ്യനാണ്. അപ്പോൾ പാസ്റ്റിൽ നടക്കുന്ന കാര്യത്തിൽ മമ്മൂക്കയ്ക്ക് എന്തെങ്കിലും ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായി, എന്തൊക്കെയോ ജഗട പരിപാടികളൊക്കെയാണ് സംഗതി ഇതിലെന്ന് തോന്നുന്നു. പിന്നെ അതുപോലെ തന്നെ വില്ലന്മാരായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നത് ഡോക്ടേഴ്സിനെ ഇതിൽ ഒരുപാട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടേഴ്സിന്റെ പല പരിപാടികൾ ഈ ഒരു ട്രെയിലറിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. മേ ബി ഇതിൽ ഒരു ക്രിമിനൽ അല്ലെങ്കിൽ എന്താ പറയുക വില്ലനായിട്ട് വരുന്ന ഒരു ഡോക്ടർ ആയിരിക്കാം. അതെന്റെ ഒരു അസംഷനാണ്. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ പറയാം. അതുപോലെ തന്നെ ഹാലൂസിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ അത് ഒരു വളരെ ഡേഞ്ചർ സിറ്റുവേഷൻ ആണ്. അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനിൽ നിന്ന് ജയറാം എങ്ങനെ തിരിച്ചു വരുന്നു, അതിനുള്ള ട്രിഗർ പോയിന്റ് എന്തായിരിക്കും,
അപ്പോൾ എന്തെങ്കിലും ഒരു മർഡർ നടന്നിട്ട് അതിലേക്ക് കേസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വീണ്ടും വരുന്നു. അതുപോലെ തന്നെ അർജുന അശോകന്റെ ക്യാരക്ടറിന്റെ പ്രത്യേകതകൾ എന്താണ്? ആള് ജയിലിനുള്ളിൽ കിടക്കണം, അയാൾക്ക് വേണ്ടി മാത്രം സെപ്പറേറ്റ് ഇയാൾ ഫുഡ് മേടിച്ചു കൊടുക്കേണ്ട ആവശ്യം എന്താണ്? അപ്പൊ അയാൾക്കും എന്തോ പാസ്റ്റിൽ എന്തോ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ അങ്ങനെ എന്തൊക്കെയോ കുറെ ജഗട പരിപാടികൾ ട്രെയിലറിൽ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് വേറൊന്നും മനസ്സിലായിട്ടില്ല. സിദ്ദിഖിനെ കാണിച്ചിട്ടില്ല. സായികുമാറിന് ഒരുപാട് കാലത്തിന് ശേഷം ഒരു നല്ലൊരു ക്യാരക്ടർ കിട്ടും തോന്നുന്നു. ഇതിൽ കാണിച്ചിരിക്കുന്ന ഓൾമോസ്റ്റ് ക്യാരക്ടേഴ്സ് ഒക്കെ കുറേയൊക്കെ ഡോക്ടേഴ്സ് ആണ്. അതുപോലെ ജഗദീഷ് ഉണ്ട്, അനശ്വരയുണ്ട്. പെർഫോമൻസ് വൈസ് എല്ലാവരും നല്ല പൊട്ടൻഷ്യൽ ഉള്ള ആൾക്കാരാണ്. കുറെ പയ്യന്മാരെ കണ്ടു, പുതിയ ആൾക്കാർ. അവരൊക്കെ എങ്ങനെയായിരിക്കും എന്നുള്ളത് കണ്ടെന്നെ അറിയണം. സോ എന്തായാലും ഗംഭീരമായിട്ടുള്ള ഒരു മേക്കിംഗ് തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട്, ഗംഭീരമായിട്ടുള്ള ഒരു എന്താ പറയാ ത്രില്ലർ തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് ഓസ്ലർ ട്രെയിലർ ഗംഭീരമായിട്ടുണ്ടെന്ന് തന്നെയാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. സോ നിങ്ങൾ ഈ ഒരു ട്രെയിലർ കണ്ടിട്ട് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ മമ്മൂട്ടിയുടെ ഒക്കെ കെമിയൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ വേറെ ലെവലിലായിരിക്കും. ജയറാമേട്ടൻ വീണ്ടും തിരിച്ചുവരവ് നടത്തുന്നതായിരിക്കും. സോ ജനുവരി മലയാള സിനിമ ഓണാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.